പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചാരവശാൽ ജ്യോതിഷത്തിൽ രാജകുമാരനായ ബുധൻ്റെ കർക്കിടകൻ രാശിയിലേക്കുള്ള പ്രയാണം, ആ യാത്ര എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ്. നിങ്ങൾക്കറിയാം, ജ്യോതിഷത്തിൽ അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒരു ഗ്രഹമാകുന്നു ബുധൻ. ഏത് ഗ്രഹങ്ങൾക്കും പ്രാധാന്യമുണ്ട്. പക്ഷേ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഏത് വീടുകളിലും എല്ലാ പ്രശ്നത്തിലും ഇടപെടുന്ന, എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ഉണ്ടാകും. അയാൾ എല്ലാ വിഷയത്തിലും സജീവമായി ഇടപെടും. അങ്ങനെയുള്ള വ്യക്തികൾ സമൂഹത്തിലും നമ്മളുടെ വീടുകളിലും കുടുംബത്തിലുമൊക്കെ നാം കാണും. അങ്ങനെയുള്ള ഒരു ഗ്രഹമാണ് നവഗ്രഹത്തിൽ ബുധൻ. ആ ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യും. ആരുടെ കൂടെ കൂടിയാലും ആ ബുധൻ പല രീതിയിലുള്ള യോഗങ്ങൾ ഉണ്ടാക്കും. പല ഗ്രഹങ്ങളും ദിഗ്രഹ യോഗങ്ങൾ വരുമ്പോൾ പാപഗ്രഹങ്ങളോട് കൂടുമ്പോൾ ദോഷഫലവും, ശുഭഗ്രഹങ്ങളോട് കൂടുമ്പോൾ ശുഭഫലവും പ്രദാനം ചെയ്യും. പക്ഷെ ബുധൻ അങ്ങനെയല്ല. ബുധൻ ആരുടെ കൂടെ നിൽക്കുന്നു, ചാരി നിൽക്കുന്നു, ആ ഗ്രഹത്തോടു കൂടെ നിന്നുകൊണ്ട് നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യും. ശനിയും ബുധനും തമ്മിലുള്ള ദിഗ്രഹയോഗം അത്ര നല്ലതായി കാണാറില്ല. മായാപടു ലംഘക എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അയാൾ മായയിൽ പടുവായിരിക്കും. അയാൾ വളരെ പുകമറയോടുകൂടി കാര്യങ്ങൾ നീങ്ങും, ഓപ്പൺ ആയിരിക്കില്ല. ലംഘക ഗുരുവചനാതിക്രാമി, ഒരിക്കലും ഗുരുജനങ്ങളെ ബഹുമാനിക്കില്ല, അല്ലെങ്കിൽ മുതിർന്നവർ പറയുന്നത് അനുസരിക്കില്ല എന്നൊരു സ്വഭാവം ശനിയും ബുധനും തമ്മിലുള്ള ആ ദിഗ്രഹ യോഗത്തിൽ പരാമർശിക്കുന്നു. അതത്ര നല്ല യോഗമല്ല. ബാക്കി സൂര്യനോടുകൂടെ നിൽക്കുമ്പോൾ നിപുണയോഗമായി, ചന്ദ്രനോട് കൂടിയും നിൽക്കുമ്പോൾ നല്ല ഫലമാണ്. സത്യപ്രസിദ്ധവാക്യം അർത്ഥനിപുണം, കാശുണ്ടാക്കാൻ വളരെ നിപുണനായിരിക്കും. സൗഭാഗ്യ കീർത്തിയനിതം, നല്ല സൗഭാഗ്യത്തോടു കൂടിയിരിക്കുമെന്ന് ഫലം പറയുന്നു. ചൊവ്വയോട് കൂടിയിരിക്കുമ്പോഴോ മൂലാദി സ്നേഹ കൂടിയൊരു വ്യവഹൃതി വണി ബാഹുയോദ്ധ, കൈകൊണ്ട് യുദ്ധം ചെയ്യും, കൈക്കരുത്തുണ്ടാകും, അയാൾ വലിയ വ്യാപാരിയാകും. വ്യാഴത്തോടു കൂടെ നിൽക്കുമ്പോൾ വലിയ സംഗീതജ്ഞനാവും, നൃത്തജ്ഞനാവും. ശുക്രനോട് കൂടെ നിൽക്കുമ്പോൾ വാഗ്മിയാകും, നേതൃത്വ ഗുണം പ്രകടിപ്പിക്കും. ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ ബുധൻ ആരുമായി ചേരുമ്പോഴും ഉണ്ടാകുന്നു. അതിൻ്റെ ഒരു പ്രത്യേകത ഏത് സമയത്തും ഫലം ചെയ്യും ബുധൻ എന്നുള്ളതാണ്. ഏതായാലും ബുധൻ ഇതാ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ബുധൻ സ്വന്തം ക്ഷേത്രമായ മിഥുനത്തിൽ നിന്നും കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കർക്കിടകത്തിൽ ബുധൻ്റെ ആശ്രയ ഫലം നിങ്ങൾ ശ്രദ്ധിക്കണം. ബുധൻ്റെ ശത്രുവാണ് ചന്ദ്രൻ. സൗമ്യനാണ്, സോമൻ്റെ പുത്രനാണ്, ചന്ദ്രപുത്രനാണ് ബുധൻ. അങ്ങനെയുള്ള ബുധൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാണ്? ചന്ദ്രനാണ്. തന്നെ ജനിപ്പിച്ച ചന്ദ്രനാകുന്നു ബുധൻ്റെ ഏറ്റവും വലിയ ശത്രു. ഇവിടെ ആശ്രയഫലവും നിങ്ങൾ ശ്രദ്ധിക്കണം. കർക്കിടകത്തിലെ ബുധൻ നിൽക്കുമ്പോൾ ജലാർജിത സ്വജനസ്യ ശത്രു, ജലത്തിലൂടെ ധനം ലഭിക്കുമെന്നാണ്. അതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. കർക്കിടകത്തിൽ ബുധൻ നിൽക്കുമ്പോൾ അയാൾ ജലത്തിലൂടെ, കർക്കിടകൻ ജലരാശിയാണ്, അതിലൂടെ ധനം ലഭിക്കും. സ്വജനസ്യ ശത്രു, സ്വന്തം ജനങ്ങൾ ശത്രുവാകുമെന്നൊരു ഫലവുമുണ്ട്. പല ജാതകത്തിലും തുലാൻ ലഗ്നമായി 10ാം ഭാവം കർക്കിടക രാശി വന്നവരുടെ ബുധൻ വരുമ്പോൾ അവർ ലോജിസ്റ്റിക്സിൽ വളരെയധികം ശോഭിക്കാറുണ്ട്. അവർ ഇൻസ്ട്രുമെൻറ്റേഷൻ പഠിച്ച് ഓയിൽ ആൻഡ് ഗ്യാസുമായിട്ട് ബന്ധപ്പെടുന്ന സാങ്കേതിക രംഗങ്ങളിൽ മികവ് പുലർത്താറുണ്ട്. അവർ ഷിപ്പിൽ പോകാറുണ്ട്. കാറ്ററിങ്ങുമായിട്ട് ബന്ധപ്പെടുന്ന ഭക്ഷ്യ വിഷയവുമായി ബന്ധപ്പെട്ട ജോലിയിൽ വ്യാപരിക്കാറുണ്ട്. ഇപ്രകാരം ബുധനും രാഹുവും കൂടി വരികയാണെങ്കിൽ അയാൾ കെമിക്കൽ ഇൻഡസ്ട്രീസിൽ വളരെയധികം ശോഭിക്കും. ഇപ്രകാരം ഓരോ ഗ്രഹത്തിനോടുകൂടി ബുധൻ യോഗം ചെയ്യുമ്പോൾ അതിൻ്റേതായ ഗുണങ്ങൾ നമുക്ക് ദർശിക്കാവുന്നതാണ്. ഇനി എപ്പോഴാണ് ബുധൻ ചാരവശാൽ കർക്കിടകത്തിലേക്ക് വരുന്നത് എന്നും കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. 1200 മിഥുനമാസം 8ാം തീയതി ബുധൻ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുന്നു. 70 ദിവസക്കാലം കർക്കിടകൻ രാശിയിലുണ്ട്. 1201 ചിങ്ങമാസം 14ാം തീയതി വരെ. ഇപ്രകാരം 70 ദിവസക്കാലമാണ് കർക്കിടകൻ രാശിയിൽ ശത്രു സങ്കേതത്തിൽ ബുധൻ സ്ഥിതി ചെയ്യുന്നത്. 2025 ജൂൺ മാസം 22ാം തീയതി മുതൽ ഓഗസ്റ്റ് 30 വരെയുള്ള ദിനങ്ങളിലാണ് ബുധൻ കർക്കിടക രാശിയിൽ പ്രവേശിക്കുന്നത്. ഇനി നമുക്ക് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ എപ്രകാരമാണ് എന്ന് ചിന്തിക്കാം.
അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ മേടൻ രാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് 4-ാം ഭാവത്തിലാണ്. ഇവിടെ ബുധൻ 2 ഭാവങ്ങളുടെ ആധിപത്യമുണ്ട്. 3-ാം ഭാവാധിപത്യവും അപ്രകാരം 6-ാം ഭാവാധിപത്യവും. 3-ാം ഭാവം എന്നാൽ സഹായികൾ, സഹോദരങ്ങൾ, തൻ്റെ ധൈര്യം, സാഹസികത ഇതൊക്കെയാണ്. 6-ാം ഭാവം എന്നാൽ തൻ്റെ ശത്രു, കള്ളൻ, വിഘ്നങ്ങൾ, ശരീരത്തിനുണ്ടാകുന്ന മുറിവുകൾ ഇതൊക്കെയാണ്. അപ്രകാരം 3-6 ഭാവാധിപത്യമുള്ള മിഥുനൻ രാശിയുടെയും കന്നി രാശിയുടെയും ആധിപത്യമുള്ള ബുധനാണ് 4-ാം ഭാവത്തിൽ ശത്രു സങ്കേതത്തിൽ നിൽക്കുന്നത്. ഈ ബുധൻ എവിടേക്കാണ് നോക്കുന്നത്? ഈ ബുധൻ നോക്കുന്നത് 10-ാം ഭാവത്തിലേക്കാണ്, കർമ്മസ്ഥാനത്തേക്കാണ് നോക്കുന്നത്. അതിനാൽ കർമ്മമേഖലയിൽ ചില നല്ല അധികാരങ്ങൾ ഈ 70 ദിവസക്കാലം ഇവർക്ക് കൈവരും. ജലാർജിത സ്വജനസ്യ ശത്രു, ജലത്തിലൂടെ തനിക്ക് ധനം വരും. ഇവിടെ മേടൻ രാശിക്കാർക്ക് അവരുടെ കർമ്മം, മകരരാശി കർമ്മഭാവം സമുദ്രമാണ്, കടലാണ്, ജലസങ്കേതങ്ങളാണ്. കർക്കിടക രാശിയാണെങ്കിലും അപ്രകാരം തന്നെയാണ്. അതിനാൽ നല്ല ഒരു ജലത്തിലൂടെയുള്ള വ്യാപാരങ്ങൾ, ബിസിനസ്, ജോലി ഇതൊക്കെ നേടാം. നന്നായി മാർക്കറ്റിംഗ് വിഷയത്തിൽ ബുധൻ വളരെ പ്രഗത്ഭനാണ്. ആരെയും സംസാരിച്ച് വശീകരിക്കുവാൻ ബുധനുള്ള കഴിവ് മറ്റൊരു ഗ്രഹത്തിനുമില്ല. അതിനാൽ നല്ല മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെടുന്ന, വിദേശത്ത് പോയി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെടുന്ന മേഖലകളിൽ വളരെയധികം സാധനങ്ങൾ വിറ്റ് കാശുണ്ടാക്കാൻ ആർക്ക് കഴിയും? ഈ മേടൻ രാശിക്കാർക്ക് കർക്കിടക രാശിയിൽ നിൽക്കുന്ന ബുധൻ പ്രാപ്തനാക്കും. അതാണ് ജലാർജിത സ്വഹ. അപ്രകാരം തന്നെ വെള്ളത്തിലൂടെയുള്ള സംരംഭങ്ങൾ, ബിസിനസ് ഇതിന് വളരെയധികം ശോഭിക്കും. ജലവുമായി ബന്ധപ്പെടുന്ന വ്യാപാരങ്ങളൊക്കെ ആകാം, ഹോട്ടൽ ലൈനാകാം, കാറ്ററിംഗ് നടത്താൻ വളരെ നല്ല സമയമാണ്. കാരണം മകരൻ രാശിക്ക് ജലത്തിലൂടെ ധനം വരുന്ന രാശിയാണ്. അതിനാൽ കാറ്ററിങ്ങുമായിട്ട് ബന്ധപ്പെടുന്ന ബുധൻ കാറ്ററിംഗ് പ്ലാനറ്റാണ്. അപ്രകാരം തന്നെ തൻ്റെ ബോസ് മേൽവാടകയ്ക്ക് തനിക്ക് സ്ഥാപനങ്ങൾ തരാൻ വളരെയധികം അനുകൂലമായ സമയമാണ്. ബോസിന് പെട്ടെന്ന് നാട്ടിൽ പ്രയാസങ്ങൾ വന്നു, അദ്ദേഹത്തിന് തിരിച്ചു പോകണം. അപ്പോൾ ഇതാ നീ നടത്തിക്കോ, താക്കോല് തനിക്ക് തരും. അപ്പോൾ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കണം. ബുധൻ എഗ്രിമെൻ്റ് പ്ലാനറ്റാണ്. എന്നിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യുക. കാരണം അങ്ങനെയൊരു യോഗമുണ്ട് 4-ൽ ബുധൻ വരുമ്പോൾ. ചതുർത്ഥേജരെ ചന്ദ്രജസ് ചാരുമിത്ര വിശേഷാധികൃത് ഭൂമിനാഥാം ഗണസ്യ. 4-ൽ ബുധൻ വരുമ്പോൾ ചാരുമിത്ര, നല്ല സുഹൃത്തുക്കൾ വരും. പലപ്പോഴും പാർട്ട്ണർഷിപ്പിലൂടെ വ്യാപാരം ചെയ്യാം. വിശേഷ ആധികൃത് ഭൂമിനാഥം ഗണസ്യ, രാജാവിൻ്റെ കൂട്ടം തനിക്ക് അധികാരം തരും. അതിനാൽ ഞാൻ സൂചിപ്പിച്ചു, മുതലാളി തൻ്റെ ബോസ് തനിക്ക് ചില പ്രത്യേക താല്പര്യപ്രകാരം തന്നെ വ്യാപാരം നോക്കി നടത്താനൊക്കെ തരുന്നുണ്ടെങ്കിൽ സ്വീകരിച്ചു കൊള്ളണം. ഭവേത് ലേഖകോ ലിഖ്യദേവാ തദുക്തം, എഴുത്തുകാർക്ക് വളരെ അനുകൂലമാണ്. അവർ തൻ്റെ കൃതികൾ മറ്റുള്ളവരെ കൊണ്ട് എഴുതിപ്പിക്കുവാൻ കഴിയുന്നു. അതിനാൽ ധാരാളം ഉത്തരവാദിത്തങ്ങൾ ഗവേഷണ വിദ്യാർത്ഥികൾക്കും അപ്രകാരം തന്നെ ലേഖകർക്കും പ്രാസംഗികർക്കുമൊക്കെ വരുന്ന സമയമാണ്. തദാജ്ഞാപരേ പൈതൃകന്നോ ധനം ച, അപരേഹി മറ്റുള്ളവർ തൻ്റെ ആജ്ഞ ശിരസ വഹിക്കും. പൈതൃകമായ ധനം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊരു ഫലം അവിടെയുണ്ട്. പ്രത്യേകിച്ച് കർക്കിടക രാശി 4-ാം ഇടമാണ്. അമ്മ പൂർവികമായ സ്വത്തൊക്കെയാണ്. അവിടെ ശത്രുപതിയായ ഗ്രഹം അവിടെ നിൽക്കുന്നു. സ്വജനസ്യ ശത്രു, സ്വന്തം ജനങ്ങൾ ശത്രുവാകും തനിക്ക്. അതിനാലാണ് ഞാൻ സൂചിപ്പിച്ചത്, രേഖാപരമായ വിഷയങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഭൂമിപരമായ വിവാദങ്ങൾ, രേഖാവിവാദങ്ങളൊക്കെ ഉണ്ടാകാം. അതിനാൽ ആ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിച്ചിട്ട് കരുക്കൾ നീക്കുക. പക്ഷേ ബുധൻ നന്മകൾ ചെയ്യും. ബുധൻ നിൽക്കുന്നത് സ്വന്തം മാതാവിൻ്റെ ക്ഷേത്രത്തിലാണ്. മാതാവായ ചന്ദ്രൻ്റെ ക്ഷേത്രത്തിലാണ് ബുധൻ നിൽക്കുന്നത്. അവിടെയാണ് ബുധൻ അമ്മയ്ക്ക് ശത്രുവായി നിൽക്കുന്നത്. അതിനാൽ ശത്രുത്വം ബുധനുണ്ട് ചന്ദ്രനോട്. ഇവിടെ ശത്രുപതിയായ ഗ്രഹമാണ് 4-ാം ഭാവത്തിൽ നിൽക്കുന്നത്. വളരെ ശ്രദ്ധിക്കുക. കുടുംബത്തിൽ വളരെയധികം ശത്രുക്കളുണ്ടാകും. സ്വജനസ്യ ശത്രു, സ്വന്തം ജനം ശത്രുവാകും. അതിനാൽ തൻ്റെ കാര്യങ്ങളൊന്നും വിട്ടു കൊടുക്കരുത്, വിട്ട് സംസാരിക്കാൻ പാടില്ല. മറ്റുള്ളവർക്ക് ജലസ് ഫീൽ ചെയ്യുന്നൊരവസ്ഥയുണ്ടാകും. ഇപ്പോൾ ബുധന് മൗഢ്യം ഒന്നുമില്ല. എപ്പോഴും വഴിപാടുകൾ നല്ലത് നരസിംഹക്ഷേത്രത്തിൽ പാനകം, തുളസിമാല, ഭാഗ്യസൂക്ത, പുഷ്പാഞ്ജലി. അപ്രകാരം ഏറ്റവും നല്ല പ്രാർത്ഥന ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഃ. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും മേടൻ രാശിക്കാർക്ക് വരില്ല. എല്ലാ മേടൻ രാശിക്കാർക്കും ശോഭനമായ 70 ദിവസങ്ങളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.